നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. കൂടുതൽ ഉപമുഖ്യമന്ത്രിമാർ വേണമെന്ന് ആവശ്യം. കർണാടക കോൺഗ്രസിൽ DK ശിവകുമാറിനെതിരെ പുതിയ നീക്കം. കർണാടക കോൺഗ്രസിൽ DK ശിവകുമാറിനെതിരെ പുതിയ നീക്കം. കൂടുതൽ ഉപമുഖ്യമന്ത്രിമാർ വേണമെന്ന ആവശ്യവുമായി സിദ്ധരാമയ്യ പക്ഷത്തുള്ള മന്ത്രിമാർ. ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങളിൽ നിന്നും ഉപമുഖ്യമന്ത്രിമാർ വേണമെന്നാണ് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മന്ത്രിമാരുടെ ആവശ്യത്തിൽ DK ശിവകുമാറിന് അതൃപ്തിയുണ്ടെന്നാണ് അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത്. TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ്, ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് നീക്കത്തിൽ നടപടിയുമായി സർക്കാർ. ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കണ്ണൂർ ജയിലിലെ ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവ് പുറത്തിറക്കി. പ്രതിപക്ഷം വീണ്ടും വിഷയം നിയമസഭയിൽ ഉന്നയിക്കാനിരിക്കെയാണ് സർക്കാർ നീക്കം. മഴ ശക്തമാകുന്നു, അവധിയെടുത്തിട്ടുള്ളവർ തിരികെ എത്തണം. റവന്യൂ ഉദ്യോഗസ്ഥർ അധികാര പരിധിയിൽ തുടരണമെന്ന് റവന്യൂ മന്ത്രി. മഴ ശക്തമാകുമെന്നതിനാൽ അടുത്ത 3 ദിവസം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ അവരവരുടെ അധികാര പരിധി വിട്ട് പോകരുതെന്ന് റവന്യൂ മന്ത്രി K. രാജൻ ജില്ലാ കളക്ടർമാരുടെ യോഗത്തിൽ നിർദ്ദേശിച്ചു. അവധിയെടുത്തിട്ടുള്ളവർ ഈ ദിവസങ്ങളിൽ തിരികെ ജോലിയിൽ പ്രവേശിക്കണമെന്നും മന്ത്രി പറഞ്ഞു. നടൻ സിദ്ദിഖിന്റെ മൂത്ത മകൻ റാഷിൻ സിദ്ദിഖ് അന്തരിച്ചു. നടൻ സിദ്ദിഖിന്റെ മൂത്ത മകൻ റാഷിഖ് സിദ്ദിഖ് അന്തരിച്ചു. ശ്വാസതടസ്സത്തെ തുടർന്ന് പാലാരിവട്ടം മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. ഖബറടക്കം വൈകിട്ട് 4-ന് പടമുകൾ ജുമാ മസ്ജിദിൽ നടക്കും. വയനാട് മക്കിമലയിൽ കുഴിബോംബ് നിർവീര്യമാക്കി മാവോയിസ്റ്റുകളെന്ന് സംശയം. തലപ്പുഴ മക്കിമല കൊടക്കാട് വനമേഖലയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ സ്ഫോടക വസ്തു നിർവീര്യമാക്കി. സംഭവത്തിൽ മാവോയിസ്റ്റുകളെ പ്രതി ചേർത്ത് തലപ്പുഴ പോലീസ് കേസെടുത്തു. പ്രതികളുടെ മേൽ UAPA കുറ്റം ചുമത്തി. ബോംബ് സ്ഥാപിച്ചത് തണ്ടർ ബോൾട്ടിനെ അപായപ്പെടുത്താനാണെന്നും FIR പറയുന്നു. ബോംബ് നിയന്ത്രണ സ്ഫോടനത്തിലൂടെ നിർവീര്യമാക്കി. പ്രദേശത്ത് തണ്ടർ ബോൾട്ട് പരിശോധന ശക്തമാക്കി. ഉത്തരേന്ത്യയിൽ ചൂടിന് ആശ്വാസം. ഡൽഹിയിൽ കനത്ത മഴ. കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ രാജ്യത്തുടനീളം കാലാവസ്ഥയിൽ മാറ്റം. വ്യാഴാഴ്ച രാവിലെ മുതൽ രാജ്യ തലസ്ഥാനത്ത് ശക്തമായ മഴയാണ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഉത്തരേന്ത്യയിലെ ചൂടിന് മഴ ആശ്വാസമാകുകയാണ്. ദേശീയ തലസ്ഥാന മേഖലയുടെ ഭാഗമായ നോയിഡയിലും ഗാസിയാബാദിലും മഴ അതിശക്തമായാണ് പെയ്തത്. അക്ഷാംശത്തിന്റെ വടക്ക് ഭാഗത്തേക്ക് നീങ്ങുന്ന കാലവർഷ വ്യതിയാനങ്ങൾ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡൽഹിയിലെ കാലാവസ്ഥയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായതായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാനമായും മേഘാവൃതമായ ആകാശവും മിതമായ മഴ, ഇടിമിന്നൽ, ശക്തമായ കാറ്റും ഉണ്ടാകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. LK അദ്വാനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില തൃപ്തികരമെന്ന് എയിംസ്. മുൻ ഉപപ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ LK അദ്വാനിയുടെ ആരോഗ്യനില തൃപ്തികരം. വാർത്താക്കുറിപ്പിലാണ് എയിംസ് ആശങ്കകൾ വേണ്ടെന്ന് വ്യക്തമാക്കിയത്. ഡൽഹിയിലെ എയിംസ് കഴിഞ്ഞ ദിവസമാണ് മുൻ ഉപമുഖ്യമന്ത്രിയെ പ്രവേശിപ്പിച്ചത്. വാർദ്ധക്യ സഹജമായ രോഗങ്ങളാണ് അദ്വാനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ കാരണം. സിദ്ധാർത്ഥന്റെ മരണം ജാമ്യം ലഭിച്ച പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ സൌകര്യമൊരുക്കണമെന്ന് ഹൈക്കോടതി. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരണപ്പെട്ട കേസിൽ ജാമ്യം ലഭിച്ച പ്രതികൾക്ക് പരീക്ഷ എഴുതുന്നതിന് ക്രമീകരണം ഒരുക്കാൻ ഹൈക്കോടതി ഉത്തരവ്. സർവകലാശാല ഉൾപ്പെടെയുള്ളവർക്കാണ് കോടതി നിർദ്ദേശം നൽകിയത്.
ജാമ്യ വ്യവസ്ഥകൾ പ്രകാരം പ്രതികൾക്ക് വയനാട് ജില്ലയിൽ പ്രവേശിക്കാനാകില്ല. അതിനാൽ മണ്ണുത്തിയിൽ പരീക്ഷാ കേന്ദ്രം ഒരുക്കി നൽകാനാണ് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വീണ്ടും ഇടിഞ്ഞ് സ്വർണ്ണവില. ഇന്നത്തെ നിരക്കുകൾ അറിയാം. സംസ്ഥാനത്ത് തുടർച്ചയായ രണ്ടാം ദിവസവും സ്വർണ്ണവില കുറഞ്ഞു. ഇന്നലെയാണ് 200 രൂപ കുറഞ്ഞത്. സ്വർണ്ണവില 53,000-ൽ താഴെ എത്തിയിരുന്നു. ഇന്നും 200 രൂപ കുറഞ്ഞു. 1 പവൻ സ്വർണത്തിന്റെ വില 52,600 രൂപയായി. ഗ്രാമിന് 25 രൂപയാണ് കുറഞ്ഞത്. 6,575 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.